നിയന്ത്രിക്കുന്ന സൂപ്പർ പവർ ആര്? 1. USA 29.84 ട്രില്യൺ ഡോളർ GDP. 2. ചൈന 19.51 ട്രില്യൺ ഡോളർ GDP. 3. ജർമ്മനി 4.73 ട്രില്യൺ ഡോളർ GDP. 4. ഇന്ത്യ 4.40 ട്രില്യൺ ഡോളർ GDP. 5. ജപ്പാൻ 4.21 ട്രില്യൺ ഡോളർ GDP. 6. UK 3.68 ട്രില്യൺ ഡോളർ GDP. 7. ഫ്രാൻസ് 3.21 ട്രില്യൺ ഡോളർ GDP. 8. ബ്രസീൽ ട്രില്യൺ ഡോളർ GDP. 9. ഇറ്റലി ട്രില്യൺ ഡോളർ GDP. 10. കാനഡ 2.36 ട്രില്യൺ ഡോളർ GDP. ലോകത്തിലെ ഏറ്റവും വലിയ 10 സമ്പദ്വ്യവസ്ഥകൾ മുകളിൽ പറഞ്ഞ രാജ്യങ്ങളാണ്. ചൈന ഒഴികെയുള്ള ഏത് രാജ്യത്തെയും വരച്ച വരയിൽ നിർത്താൻ പവറുള്ള ചില കമ്പനികൾ ഈ ലോകത്തുണ്ട്. അതിലെ ഏറ്റവും പ്രമുഖ കമ്പനിയുടെ പേര് ബ്ലാക്ക് റോക്ക് എന്നാണ്. പലരും കേട്ടിട്ടുപോലുമില്ല ഇങ്ങനൊരു നെയിം. ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ആസ്തി മൂല്യം ഏകദേശം 14 ട്രില്യൺ ഡോളർ വരും. 1170 ലക്ഷം കോടി രൂപ. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ആകെ GDP 4.40 ട്രില്യൺ ഡോളറാണെന്നിരിക്കെ ബ്ലാക്ക് റോക്കിന്റെ ആസ്തി 14 ട്രില്യൺ ഡോളറാണ്. ബ്ലാക്ക് റോക്ക് കൈകാര്യം ചെയ്യുന്ന പണം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ ഏകദേശം 3 മടങ്ങിൽ കൂടുതൽ വരും. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം കൈകാര്യം ചെയ്യുന്നത് ബ്ലാക്ക് റോക്ക് ആണെന്ന് പറയാം. ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ വമ്പൻ രാജ്യങ്ങളുടെ GDPയേക്കാൾ കൂടുതലാണ് ഇവരുടെ പക്കലുള്ള നിക്ഷേപത്തുക. ഇതുകൂടാതെ 4 അസറ്റ് മാനേജ്മെന്റ് ഫേംസ് കൂടി അമേരിക്കയിലുണ്ട്. 2. വാൻഗാർഡ് ആസ്തി 12.00 ട്രില്യൺ 1000 ലക്ഷം കോടി. 3. ഫിഡലിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ആസ്തി 7.10 ട്രില്യൺ 590 ലക്ഷം കോടി. 4. സ്റ്റേറ്റ് സ്ട്രീറ്റ് ഗ്ലോബൽ ആസ്തി 5.66 ട്രില്യൺ 470 ലക്ഷം കോടി. 5. JP മോർഗൻ അസറ്റ് ആസ്തി 4.80 ട്രില്യൺ 400 ലക്ഷം കോടി. ഏത് പാർട്ടി US ഭരിച്ചാലും അസറ്റ് മാനേജ്മെന്റ് ഫേംസ് ആയ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ്, JP മോർഗൻ ഈ 3 കമ്പനികൾക്കും അമേരിക്കയുടെ ഏത് കാര്യത്തിലും ഇടപെടാൻ അധികാരമുള്ള കമ്പനികളാണ്. ഇവരുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റുമാർ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളൂ. ഇതിൽ ബ്ലാക്ക് റോക്ക് കമ്പനിക്കാണ് അമേരിക്കൻ സർക്കാരുകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്. അതിന് കാരണം അലാഡിൻ സോഫ്റ്റ്വെയർ അടങ്ങുന്ന കമ്പ്യൂട്ടർ ശൃംഖലയാണ്. ലോകമെമ്പാടുമുള്ള നിക്ഷേപങ്ങൾ നിരീക്ഷിക്കാനും അവയിലെ റിസ്ക് അഥവാ അപകടസാധ്യതകൾ മുൻകൂട്ടി പ്രവചിക്കാനും സഹായിക്കുന്ന ഒരു അത്യാധുനിക ടെക്നോളജി പ്ലാറ്റ്ഫോമാണിത്. ബ്ലാക്ക് റോക്ക് തങ്ങളുടെ സ്വന്തം നിക്ഷേപങ്ങൾ നിയന്ത്രിക്കാനാണ് ഇത് വികസിപ്പിച്ചത്. എന്നാൽ ഇന്ന് ലോകത്തെ വമ്പൻ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഇതുപയോഗിക്കുന്നു. അലാഡിൻ ഓരോ സെക്കൻഡിലും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഡേറ്റകൾ വിശകലനം ചെയ്യും. ഒരു രാജ്യത്തെ രാഷ്ട്രീയ മാറ്റം, വരാൻ പോകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ എണ്ണവിലയിലുണ്ടാകുന്ന വ്യതിയാനം എങ്ങനെ നിക്ഷേപങ്ങളെ ബാധിക്കും എന്നിത് സെക്കൻഡുകൾക്കുള്ളിൽ കണക്കുകൂട്ടും. ഭാവിയിൽ സംഭവിക്കാനിടയുള്ള ആയിരക്കണക്കിന് സാഹചര്യങ്ങൾ അഥവാ ഉദാഹരണത്തിന് മറ്റൊരു പാൻഡമിക് അല്ലെങ്കിൽ യുദ്ധം എന്നിവ മുൻകൂട്ടി അറിഞ്ഞ് മുന്നറിയിപ്പ് നൽകും. പുതിയ നിക്ഷേപങ്ങൾ നടത്തി അതുവഴി എങ്ങനെ ലാഭം കൊയ്യാമെന്ന് ഇതുവഴി മനസ്സിലാക്കാം. കൂടാതെ അമേരിക്കൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും ബജറ്റ് പ്ലാനിങ്ങിനും നേരിട്ട് സഹായിക്കുന്നത് ബ്ലാക്ക് റോക്കും JP മോർഗനുമാണ്. ബ്ലാക്ക് റോക്കിന് അമേരിക്കൻ ട്രഷറിയുമായി അടുത്ത ബന്ധമാണുള്ളത്. അലാഡിൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് അമേരിക്കൻ ഗവൺമെന്റ് വിപണിയിലെ അപകടസാധ്യതകൾ അഥവാ റിസ്ക്സ് വിശകലനം ചെയ്യുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഉദാഹരണത്തിന് 2008ലെ തകർച്ചയോ കോവിഡ് കാലമോ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റിനെ സഹായിക്കാൻ ബ്ലാക്ക് റോക്കിനെയാണ് നിയോഗിച്ചത്. അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കായ JP മോർഗൻ US സാമ്പത്തിക അടിത്തറയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഡേറ്റ ഇവരുടെ പക്കലുണ്ട്. രാജ്യത്തെ പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ എന്നിവയെക്കുറിച്ചുള്ള ഇവരുടെ റിപ്പോർട്ടുകൾ ബജറ്റ് തയ്യാറാക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ബ്ലാക്ക് റോക്കിന്റെ സ്വാധീനം ചെറുതല്ല, വളരെ വലുതാണ്. വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ശക്തിയാണിവർ. വേൾഡിലെ ടോപ്പ് 10 ഫോറക്സ് മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് ട്രേഡേഴ്സ് ആരെന്ന് ചോദിച്ചാൽ 7 കമ്പനികളും അമേരിക്കയിൽ നിന്നുള്ളവയാണ്. 1. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് JP മോർഗൻ ചേസ് 10.78%. 2. സ്വിറ്റ്സർലൻഡ് UBS 8.13%. 3.
യുണൈറ്റഡ് കിങ്ഡം എക്സ്ടിഎക്സ് മാർക്കറ്റ്സ് 7.58%. 4. ജർമ്മനി ഡോയ്ച്ച് ബാങ്ക് 7.38%. 5. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റി 5.50%. 6. യുണൈറ്റഡ് കിങ്ഡം HSBC 5.33%. 7. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജംപ് ട്രേഡിംഗ് 5.23%. 8. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗോൾഡ്മാൻ സാക്സ് 4.62%. 9. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റേറ്റ് സ്ട്രീറ്റ് കോർപ്പറേഷൻ 4.61%. 10. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബാങ്ക് ഓഫ് അമേരിക്ക മെറിൽ ലിഞ്ച് 4.50%. അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് അഥവാ ഫെഡിന്റെ നിലവിലെ ചെയർമാൻ ജെറോം പവലാണ്. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള ആളാണിദ്ദേഹം. പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ, ഡോളറിന്റെ മൂല്യം പോലുള്ള ബിഗ് ഡാറ്റ റിലീസ് ഇവർ നടത്തുമ്പോൾ സെക്കൻഡ് വെച്ച് വലിയ രീതിയിൽ ഡോളർ വില മുകളിലേക്ക് ഉയരുന്നതും താഴുന്നതും കാണാം. CPI, PPI, FOMC, ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് പോലുള്ള ഡാറ്റ എന്താകുമെന്ന് പോലും ഈ 7 ബാങ്കിംഗ് ഭീമാന്മാർക്ക് ആഴ്ചകൾ മുന്നേ അറിയാം. അതനുസരിച്ച് കറൻസി വിപണിയിൽ പൊസിഷൻ ആഡ് ചെയ്യാം, വിൽക്കാം, അതുവഴി ലാഭം കൊയ്യാം. അമേരിക്ക ഭരിക്കുന്നതൊരിക്കലും ഡൊണാൾഡ് ട്രംപോ റിപ്പബ്ലിക്കൻ പാർട്ടിയോ അല്ല. സൂപ്പർ പവറുകളായ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ്, JP മോർഗൻ പോലുള്ള വലിയ $1 ട്രില്യൺ ആസ്തിയുള്ള കോർപ്പറേറ്റ് കമ്പനികളാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കാനുള്ള പവർ ഇവരുടെ കയ്യിലാണ്. ട്രംപ് ഇവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു കോമാളി മാത്രമാണ്. എലോൺ മസ്ക്, ലാരി പേജ്, ജെഫ് ബെസോസ്, മാർക്ക് സക്കർബർഗ് ഒക്കെ ചെറിയ പരൽമീനുകൾ മാത്രമാണ്. ഇവരുടെ എല്ലാം കമ്പനികളിലെ മെയിൻ ഷെയർ ഹോൾഡർ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡൊക്കെയാണ്. എന്നാൽ ഇവർക്കൊന്നും നേരിട്ട് മുട്ടാൻ പറ്റാത്ത ഒരേയൊരു രാജ്യമേ ഈ ലോകത്തുള്ളൂ, അത് ചൈനയാണ്. ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്. ഒരു മാസം ചൈനയിലെ ഫാക്ടറികളെല്ലാം സ്റ്റോപ്പ് ചെയ്താൽ ഈ ലോകം കോവിഡ് കാലത്തെപ്പോലെ നിശ്ചലമാകും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ആപ്പിൾ പ്രോഡക്ട്സ് ഒന്നും അടങ്ങില്ല. ആപ്പിളിന്റെ എല്ലാ പ്രോഡക്റ്റിലെയും നിർണായക സംഭവങ്ങളും നിർമ്മിക്കുന്നത് ചൈനയിലെ ഫാക്ടറികൾ വഴിയാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മാണം നടത്താൻ സാധിക്കുന്നത് ചൈനയിൽ മാത്രമാണ്. അമേരിക്കയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫുഡ് ഐറ്റംസ്, ഗുണമേന്മയുള്ളവ വരുന്നതുപോലും ചൈനയിൽ നിന്നാണ്. ഇറാനെതിരെയുള്ള യുദ്ധം എന്തിനുവേണ്ടിയാണെന്ന് ചോദിച്ചാൽ വലിയൊരു വിഭാഗം പറയുക അമേരിക്കയ്ക്ക് ഇസ്രയേലിനോടുള്ള താൽപ്പര്യം മൂലമാണെന്നാണ്. എന്നാൽ അത് മാത്രമല്ല പിന്നിൽ. ചൈനയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ഇറാന്റെ 80-90% ഓയിൽ പർച്ചേസ് ചെയ്യുന്നത് ചൈനയാണ്. വാങ്ങുന്നത് ചൈനീസ് യുവാൻ നൽകിയാണ്. തിരിച്ച് ചൈനയിൽ നിന്ന് ഇറാൻ ചൈനീസ് യുവാൻ നൽകി ഡിഫൻസ് ആൻഡ് ഗുഡ്സ് ഐറ്റം പർച്ചേസ് ചെയ്യുന്നു. യുദ്ധം നടന്നാൽ അത് പറ്റില്ല. ചൈനീസ് യുവാൻ നൽകി മറ്റൊരു രാജ്യത്തു നിന്നും ഇത്ര വലിയ അളവിൽ എണ്ണ വാങ്ങാൻ ചൈനയ്ക്കൊരിക്കലും സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ചൈനയ്ക്ക് ഡോളർ ഇറക്കി എണ്ണ വാങ്ങേണ്ട അവസ്ഥ വരും. അങ്ങനെ ഓയിൽ വ്യാപാരം US ഡോളറിലേക്ക് തിരിച്ചെത്തുന്നു. ഡോളർ വില കൂടുതൽ ശക്തമാകും. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഇടിഞ്ഞ ഡോളർ വില ഇതോടെ കയറുകയും ചെയ്യും. ട്രംപ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ലോക പോലീസ് പട്ടം കൂടുതൽ മികവോടെ നിലനിർത്താനും സാധിക്കും. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക സപ്പോർട്ട് ചെയ്താൽ മതി. മൊസാദും ഇസ്രയേലും ഇറാനെ തകർത്തോളും. യുദ്ധം മൂലം അമേരിക്കൻ എക്കണോമിയിലുണ്ടാകുന്ന നഷ്ടം മാത്രമേ പുറത്തുവരൂ. മുകളിൽ പറഞ്ഞ അമേരിക്കൻ അസറ്റ് മാനേജ്മെന്റ് ഫേംസ്, ആൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെന്റ് ഫേംസുകൾ ലോങ് ടൈമിലുണ്ടാകുന്ന ലാഭം ഈ നഷ്ടത്തിന്റെ എത്രയോ വലിയ മടങ്ങാകുമെന്ന് ആർക്കും പറയാൻ പോലും സാധിക്കില്ല. യുദ്ധം വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകും, കമ്മോഡിറ്റി വില ഉയരും എന്നത് ട്രേഡിംഗ് മേഖലയിൽ ഇന്നലെ വന്നയാൾക്ക് പോലും അറിയാവുന്ന ബേസിക് കാര്യമാണ്. അമേരിക്കൻ ബാങ്കുകളും അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുമെല്ലാം മാസങ്ങൾ മുൻപേ അവരുടെ നിലവിലെ പൊസിഷനെല്ലാം ഹെഡ്ജ് ചെയ്ത് സേഫാക്കിയും പുതിയ പൊസിഷൻ എടുത്തും കമ്മോഡിറ്റി സെക്ടറിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയ ശേഷമാണ് ട്രംപ് യുദ്ധപ്രഖ്യാപനം നടത്തിയത്. വരുന്ന ഒരു മാസം കൊണ്ട് ഈ യുദ്ധം വെച്ച് ഇവർ മില്യൺ കണക്കിന് കോടിയുണ്ടാക്കും. ലോങ് ടൈമിലുണ്ടാകുന്ന ലാഭം വേറെ. യുദ്ധം നഷ്ടം വരുത്തുക സാധാരണ ആളുകൾക്ക് മാത്രമാണ്. $1 ട്രില്യൺ അസറ്റ് മാനേജ്മെന്റ് ഫേംസ് ബിഗ് പ്ലെയേഴ്സിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് യുദ്ധം, ദുരന്തങ്ങളെല്ലാം. ഗൂഢാലോചനാ സിദ്ധാന്തകാർ പറയുന്ന ഇല്ലുമിനാറ്റി ആരെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ് എന്നീ കമ്പനികളാണെന്ന് ഒറ്റവാക്കിൽ പറയാം. ഇവരുടെ നിക്ഷേപങ്ങൾ മുതൽ ഇടപെടുന്ന രീതികൾ വരെ പ്രത്യേകമായൊരു രീതിയിലാണ്. KKR, ബ്ലാക്ക് സ്റ്റോൺ എന്നീ കമ്പനികൾ വഴി ബ്ലാക്ക് റോക്ക് ഇന്ത്യയിൽ, കേരളത്തിലടക്കം നടത്തിയ നിക്ഷേപങ്ങൾ പരിശോധിക്കുക. അമേരിക്കൻ വൻകിട കമ്പനികൾ കോടികൾ നിക്ഷേപിച്ച കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ: ബ്ലാക്ക് സ്റ്റോൺ, ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി, ആസ്റ്റർ മിംസ് കോഴിക്കോട്, ആസ്റ്റർ മിംസ് കണ്ണൂർ, ആസ്റ്റർ മിംസ് കോട്ടക്കൽ, ആസ്റ്റർ മദർ അരീക്കോട്, ആസ്റ്റർ PMF കൊല്ലം, കിംസ് തിരുവനന്തപുരം, കിംസ് അൽ ഷിഫ പെരിന്തൽമണ്ണ, കിംസ് കോട്ടയം, കിംസ് കൊല്ലം, ആസ്റ്റർ മിംസ് കാസർകോട്, KKR, ബേബി മെമ്മോറിയൽ കോഴിക്കോട്, ബേബി മെമ്മോറിയൽ കണ്ണൂർ, ബേബി മെമ്മോറിയൽ പയ്യന്നൂർ, ബേബി മെമ്മോറിയൽ വടകര, ബേബി മെമ്മോറിയൽ തൊടുപുഴ,
മൈത്ര ഹോസ്പിറ്റൽ കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടോ? ബ്ലാക്ക്സ്റ്റോണിലെ പ്രധാന നിക്ഷേപകരിലൊരാളാണ് ബ്ലാക്ക് റോക്ക്. KKRന്റെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡർമാരിൽ ബ്ലാക്ക് റോക്ക് ഉൾപ്പെടുന്നു. ഈ രണ്ട് കമ്പനികളും എവിടെ എങ്ങനെ ഇടപെടണമെന്ന തീരുമാനം പോലും എടുക്കാനുള്ള പവർ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ് എന്നീ കമ്പനികൾക്കാണ്. നാം പോലും അറിയാതെ നമ്മളെ വെച്ച് ബ്ലാക്ക് റോക്ക് പണമുണ്ടാക്കുകയാണ്. സർക്കാർ ആശുപത്രിക്കെതിരെ കേരളത്തിൽ നടക്കുന്ന ക്യാമ്പയിൻസ് മുതൽ മലയാളികളുടെ പുതിയ ഭക്ഷണരീതികൾ വരെ ബ്ലാക്ക് റോക്കിന് പണം നൽകുകയാണ്. നാം പോലും അറിയാതെ നമ്മളെ ഭരിക്കുന്ന ഒരു ശക്തിയായി ഇവർ മാറിക്കഴിഞ്ഞു.